ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? വാങ്ങിച്ചു മുട്ട പൊട്ടിയിരിക്കണോ? വണ്ടിൻ്റെ ഉള്ളിലാണ് മുട്ട വെച്ചിട്ട് വരുന്നത്. അതൊക്കെ കഴുകിയിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ ഫ്രിഡ്ജ് നാശമായി പോകും. ആ രോഷി പാപ്പിക്ക് ഇവിടെ ഭയങ്കര ചിരിയാണ്. രോഷിൻ്റെ മുഖത്തൊരു ഹാഹാ പ്രകാശം കത്തി മിന്നിപ്പോയി. പിന്നെന്ത് വാങ്ങിച്ച്? കുറേ ഉണ്ടല്ലോ. ഒന്ന് കപ്പ, ബൾബ്, അടുക്കള അവിടുത്തെ ബൾബ് ഫീസായതായിരുന്നു, 2 ദിവസമായി. തക്കാളി. പാപ്പി ഭയങ്കര ചിരിയിലാണ് അവിടെ. എന്താ ചെയ്യാൻ പോയി ഞാൻ പറയട്ടെ, ഫാൻ ഓഫ് ആക്കാൻ. എന്താണ് അച്ഛനാ ഫാനുകൾ സമ്മതിക്കാത്തത്? എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഭാഗം പൊട്ടിയിരിക്കണോ? ഇവിടെ ഞാൻ തുറന്നപ്പോഴാണ് കണ്ട്. ഇതിങ്ങനെ മെഴുകി വെച്ചാൽ പാപ്പിന്റെ ചിരി ഭയങ്കര ചിരിയാണ്. അവിടെ ചാവി കൊണ്ടുവന്ന് വയ്ക്കുന്ന സ്ഥലമാണ്. കയ്പയ്ക്ക, തക്കാളിയും വലിയുള്ളിയും ചെറിയുള്ളിയും അതിവിടെ വയ്ക്കും. തക്കാളി ഫ്രിഡ്ജിൽ വയ്ക്കാം. പിന്നെ ഇതൊക്കെ രോഷിൻ്റെ സാധനങ്ങളാണ്. പാവയ്ക്ക, വാഴയ്ക്ക, കോവയ്ക്ക, വെണ്ടയ്ക്കില്ല. പിന്നെന്താണ്? ഉരുളക്കിഴങ്ങ്, കപ്പ, പപ്പടം. അപ്പോ വെണ്ടയ്ക്ക വാങ്ങിച്ചു, മൂത്തപ്പം അത് വേണ്ട വെച്ചു. മീൻ വാങ്ങിച്ചാ? കുറേ ദിവസമായി പാപ്പിൻ്റെ മീൻ കഴിഞ്ഞിട്ട്. പിന്നെ മീനുണ്ട്. മുടിയൊക്കെ വെട്ടി. നന്നായിട്ടില്ല, എനിക്കിഷ്ടമായില്ല. ആ കുറെ താടിയ മുടിയൊക്കെ ഉള്ളത് കാണാനാണ് ഭംഗി. ഇതൊരു രസമില്ല. അത് ആ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അച്ഛനെ കൊണ്ട് പറ്റും. മിണ്ടാതിരിക്കുന്ന നോക്കി പറ്റുമോ നോക്കി. ഇത് ഈ വയറ് കണ്ട, ഇത് വിട്ടിരിക്കുകയാണ്. സ്വിച്ചൊക്കെ ഓഫല്ലേ. ഇത് ഇവിടെ മെഴുകി വെച്ച് ഇവർ ഒട്ടിച്ചിരിക്കുകയാണ്. അതൊന്നും പറ്റില്ല. നമ്മുടെ ഇത് ബ്ലൂടൂത്ത് മാതിരിയാണ്, കേടുവന്നൊന്നും പറ്റില്ല. അച്ഛനെ കൊണ്ട് പറ്റും. അച്ഛൻ എന്തൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ഡ്രസ് മാറ്റിയിട്ട് നന്നാക്കാന്നുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ ഒരു വിധം റെഡിയാക്കി വന്നു. പിന്നെ വൈകുന്നേരം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണ്. നമ്മൾ രാവിലെ പച്ചരി ദോശ ഉണ്ടാക്കിയില്ല, അതിൽ മാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ശരി എന്ന് വെച്ചിട്ട് ആൾക്ക് രണ്ട് ദോശ ഒഴിക്കാമെന്ന് വെച്ചിട്ടേ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൂട്ടത്തിൽ കറിയും വെക്കണം. കറി വയ്ക്കാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ എപ്പോഴും വെച്ച് വയ്ക്കാറ്. അപ്പോൾ അത് ഇന്ന് പച്ചക്കറിയും എല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വയ്ക്കാതിരുന്നത്. അപ്പോൾ പണി കഴിഞ്ഞ് വരട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മീൻ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ കുറേ ദിവസമായി പാപ്പിക്ക് മീൻ കറിയൊക്കെ കൊടുത്തിട്ട്. അന്ന് വാങ്ങിച്ചതിന് ശേഷം പിന്നെ വാങ്ങിച്ചില്ല. അപ്പോൾ വേഗം മീൻ കറി വയ്ക്കാനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ രോഷി എന്തായാലും മീൻ കറി കഴിക്കാത്തത് കൊണ്ട് 2 ഉരുളക്കിഴങ്ങ് കൊണ്ട് നടക്കുന്നുണ്ട്. അത് മുറിച്ച് തരാം എന്ന് പറഞ്ഞപ്പോൾ അതും ഉപ്പേരി വെച്ച് കൊടുക്കണം. അപ്പോൾ ദോശ ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് ഞാൻ ഈ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കണത്. എന്ന് ചോദിച്ചാൽ അതിന് ഇനിയൊരു സമയം വേണ്ടാലോ എന്ന് വെച്ചിട്ട്. എന്ന് വെച്ചാൽ പാപ്പിൻ്റെ അടുത്ത് ഒരാൾ ഇരിക്കണം. പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഇനിയിപ്പോൾ അത് ചെയ്യണ്ട, എന്നാലും പാപ്പിൻ്റെ അടുത്ത് ആളുണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ നിന്നിട്ട് കുറച്ച് സമയമാണെങ്കിൽ നിന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നെയ്യിട്ടിട്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചരി ദോശ. അപ്പോൾ അതൊക്കെ കഴിക്കാനും ഒക്കെ. അപ്പോൾ അച്ഛനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആളും കഴിക്കും. അങ്ങനെ മീൻ കൊണ്ടുവന്നതാണ്ടോ. സമയം ഇരുട്ടാണ്. പിന്നെ ഇവിടെ ആ ബൾബ് നമ്മൾ ഇവിടെയാണ് ഇട്ടത്. ഇവിടുത്തെ ലൈറ്റാണ് ഫീസായി പോയത്. പിന്നെ മീൻ നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഇതെന്ത് മീനിൻ്റെ പേര് പോലും അറിയില്ല. മത്തി അതിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വെച്ച് നോക്കിയ ശേഷം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ആർക്ക് പാപ്പിക്കും തന്നെ എനിക്കും തന്നെ. അതിൽ നല്ലോണം മുള്ളുണ്ടായിരുന്നു, കുഞ്ഞു മുള്ള്, നിറയെ മുള്ളുണ്ടായിരുന്നു. അപ്പോൾ പാപ്പിക്ക് കൊടുക്കാൻ പറ്റിയില്ല. മുള്ള നോക്കിയിട്ട് ഇത്തിരി എന്തോ തന്നെ കൊടുത്തോളൂ. ബാക്കി പിന്നെ എന്തായാലും എന്ത് വേണം? കാക്ക വേണോ? ഓ ഓ ഓ ഓ
പാപ്പി? ഓ പാപ്പി കുഞ്ഞ് കോ 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 കോഴി 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 മഴ 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 കാറ്റ് അച്ചാന കോ കോഴി 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 മഴ കോഴി കോഴിയേ കോഴി കൊതുക് കടിച്ചു കോഴി. മുട്ട വാങ്ങിച്ചിട്ട് വന്നപ്പോഴേ മുട്ട പൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ കുറേ മുട്ട പൊട്ടിയിട്ടുണ്ടാവും, 1-2 പൊട്ടിയിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചത്, 2-3 അപ്പോൾ എന്തായാലും അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുന്ന സമയത്ത് ഒരെണ്ണം പൊട്ടി ഒഴുകി, അത് ഞാൻ എടുത്തില്ല. പിന്നെ ഒരെണ്ണം പൊട്ടിയ പോലെ ഉണ്ടായിരുന്നു, പിന്നെ അതിനെടുത്ത് വെക്കണ്ടെന്ന് വെച്ചിട്ട് പാപ്പിക്കൊരു ബുൾസിയൊക്കെ ഇട്ട് കൊടുത്തു. ആൾക്ക് ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുഞ്ഞു വാവുകളെ പോലെയൊക്കെ കൊഞ്ചിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മുട്ട കഴിച്ചുകൊണ്ട് തന്നെ ചോറ് കഴിക്കുന്നത് ഇന്ന് കുറവായിരിക്കും. എന്തായാലും മുട്ടയും പ്രോട്ടീനുള്ള ഭക്ഷണമല്ലേ, എപ്പോഴെങ്കിലുമൊക്കെ ഓരോന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ആ പൊട്ടിയ മുട്ടനെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അതിനെടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തതേ ഉള്ളൂ. എന്തായാലും ഒരെണ്ണം പൊട്ടി വേസ്റ്റായി. പിന്നെ കവറിലൊക്കെ വേണത് എടുത്ത് ഉപയോഗിക്കേണ്ട വിചാരിച്ചെന്ന് വെച്ചാൽ വേറെ മുട്ടകളൊക്കെ അങ്ങനെ അതിൻ്റെ മേലെയൊക്കെ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതെടുത്തില്ല. പൊട്ടിയിട്ട് ഒഴുകാത്തൊരു മുട്ടയുണ്ടായിരുന്നു, അതിനെയാണ് ഞാൻ ബുൾസി ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ പാപ്പിക്ക് എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഓരോരോ ബുൾസിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആൾ ഹാപ്പി ആവും. ഒരു നേരം കറിയില്ലെങ്കിലും വേഗം ഒരു മുളകും 2 ഉള്ളിയും അരിഞ്ഞിട്ട് വേഗം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പറ്റുമല്ലോ. അതുകൊണ്ടുകൂടിയാണ് ആ മുട്ട നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, പാപ്പിക്കും ജോഷിക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം മീൻ കറിയും ആയി. മീനിൻ്റെ ഇത് നോക്കിയപ്പോൾ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഒരു 5 മീനെടുത്ത് കറി വെച്ചു. ഇതെല്ലാം ദോശ കഴിക്കാൻ കറി വേണമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു 5 മീനെടുത്ത് കറിയും വെച്ചു. ബാക്കിയുള്ള മീനിനെ വറുത്തു. ഇനിയും കുറച്ച് മീനുണ്ട്, അതെടുത്ത് ഫ്രിഡ്ജിലും വെച്ചു. പിന്നെ നമ്മൾ വൈകുന്നേരം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ തന്നെ ഇവിടെ ഇരുന്ന് വിളമ്പിയ ശേഷം ഒക്കെ ഓരോരോ മൂലയ്ക്ക് പോയിട്ട് ഇരിക്കും കേട്ടോ. ആ സോഫിൻ്റെ അപ്പുറത്ത് പോയി ഇരിക്കും. അപ്പോൾ ആദ്യം ദോശ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് രോഷിക്ക് ഒരു 3 ദോശ കൊടുത്ത് രോഷി കഴിക്കുകയെന്ന് പറഞ്ഞിട്ട്. എന്തായാലും അവൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെയാണ്, പഠിക്കാനൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾക്കുള്ളതും എടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും രോഷിക്ക് കിട്ടിയ അപ്പം തന്നെ പാപ്പിൻ്റെ അടുത്ത് വന്നിട്ട് കൊടുക്കാൻ നിൽക്കും. പക്ഷേ പാപ്പിക്ക് മുട്ട കഴിച്ചുകൊണ്ട് അവൾക്ക് ഭക്ഷണം വേണ്ടെന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ രോഷി കൊടുത്തിട്ടും അവൾ കഴിച്ചൊന്നുമില്ല. പിന്നെ മീൻ കറി ആയതുകൊണ്ട് ചിലപ്പോൾ 1-2 വായ കഴിക്കാനൊക്കെ സാധ്യതയുണ്ട്. ആൾ ടി വിയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടുണ്ടോ രോഷി? കായ്പയ്ക്കും ദോശയും ഉരുളക്കിഴങ്ങാണ്. കായ്പയ്ക്കും മുറിക്കണ പോലെ തോന്നി. അച്ഛനെ എന്നോട് വന്നിട്ട് തന്നെയാ ചോദിച്ചത്. അല്ല, കായ്പയ്ക്ക് മേടിച്ചപ്പോൾ എനിക്ക് കായ്പയ്ക്കല്ലേ കൂടുതൽ ഇഷ്ടം, അപ്പോൾ കായ്പയ്ക്കായിരിക്കും. വെള്ളരിക്കുക എവിടെ? പോയി എടുത്തിട്ട് വാ, അച്ഛൻ വരട്ടെ. ഇത്രയും വേഗം കഴിച്ചിട്ട് പോയി പഠിക്കാനിരിക്കേ. ചോറ് വേണമെങ്കിൽ ചോറ് എടുക്കുക, ചോറുണ്ട്. പിന്നെ ഞാനും ദോശ ആയാലും മീൻ കറിയൊക്കെ ഒഴിച്ചിട്ട് പാപ്പിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ അപ്പുറത്തിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വെച്ചെടുക്കുന്നതുകൊണ്ട് അച്ഛന് ഇവിടെ വന്നിരിക്കും. അപ്പോൾ ഇല്ല, ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ പാപ്പിക്ക് കൊടുത്തപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വേണ്ടാന്നൊക്കെ ഇതാക്കിയിട്ട് കാണിച്ചു. ഞാൻ വിചാരിച്ചു പിന്നെ മുട്ട കഴിച്ചല്ലേ, പിന്നെ അധികം നിർബന്ധിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചു. 2-3 വായി ദോശയൊക്കെ കഴിച്ചോളൂ ആൾ. മതിയായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആൾക്ക് വിശപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷണമാണെങ്കിലും കൊടുത്താൽ അവൾ വയറ് നിറയെ കഴിക്കും. വിശപ്പില്ലെങ്കിൽ പിന്നെ അത് എന്തെന്നെ മുട്ടയല്ല എന്തെന്നെ കൊടുത്താലും ആൾ കഴിക്കില്ല കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവം കൂടി നമ്മുടെ പാപ്പിക്കുണ്ട്. അയ്യോ വേസ്റ്റ് ആക്കേണ്ട, നമുക്ക് കളയാതെ കഴിക്കണം, അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല ആൾക്ക്. വേണമെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ വേണ്ട. അത് ആര് കൊടുത്താലും പിന്നെ കഴിക്കാൻ നിൽക്കില്ല. പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല, ഉറങ്ങുമ്പോൾ വിശക്കുമോ എന്നുള്ളത് കൊണ്ട്. രാത്രി ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ രാത്രി ഒരു കുറച്ചെങ്കിലും കഴിക്കാൻ നിർബന്ധിച്ചിട്ടാണെങ്കിലും കഴിപ്പിക്കും. പകൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഏത് സമയത്താണെങ്കിലും വിശപ്പാകുമ്പോൾ അവൾ ചോദിക്കുന്ന സമയത്ത് കൊടുക്കാം. രാത്രിയാകുമ്പോൾ നമുക്ക് അറിയില്ല എന്തിനാണ് എന്താവണത്. പിന്നെ ഇവള് രാത്രി ഉറങ്ങാൻ കിടന്നിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയ പിന്നെ നേരം വെളുത്ത ശേഷം മാത്രമേ എണീക്കുള്ളൂ. അപ്പോൾ ഈ വിശക്കണ സമയത്ത് ഇവൾ എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയില്ലല്ലോ.
അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയൊക്കെ നിർബന്ധിച്ച് ഒരു 3-4 വായൊക്കെ കൊടുത്തു. പിന്നെ ചോറെടുത്തിട്ട് കഴിക്കാൻ വേണ്ടി കൊടുത്തു നോക്കുന്ന സമയത്ത് മീനിൽ നിറയെ കുഞ്ഞു മുള്ളായിരുന്നു. കണ്ണിൽ കാണാൻ പറ്റാത്ത അത്രയും മുള്ളുണ്ടായിരുന്നു. ആ മീൻ നല്ല മീനല്ല, അതിൻ്റെ പേര് പോലും അറിയില്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ മത്തി വാങ്ങിക്കാനാണ് അയച്ചു വിട്ടത്. അവിടെ മത്തി ഉണ്ടായിരുന്നില്ല, കൊണ്ടുവന്നതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ പോയിട്ട് മീൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ മീൻ വാങ്ങിക്കാതെ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ മീൻ വാങ്ങിച്ചിട്ട് വന്നത്. പക്ഷേ പാപ്പിക്ക് കഴിക്കാൻ പറ്റിയില്ല. എന്നിട്ട് 2-3 വായൊക്കെ എങ്ങനെയൊക്കെയോ നോക്കിയിട്ട് മുള്ളില്ലാതെയൊക്കെ നോക്കി കൊടുത്തു. പക്ഷേ എനിക്ക് പേടിയായി, എവിടെയെങ്കിലും കുത്തിയിട്ട് പിന്നെ കരയാൻ നിന്നാൽ പറയാനറിയണ ആളാണെങ്കിൽ കൂടി കുഴപ്പമില്ല. ഇതിപ്പോൾ അതും ഇല്ലല്ലോ. ചിലപ്പോൾ കുത്തിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാകും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി നാളെ എങ്ങനെ വാങ്ങിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മീനിനധികം ഞാൻ നിർബന്ധിച്ചില്ല. കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കാൻ നിന്നില്ല പാപ്പിനെ. എന്തായാലും അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും ദോശയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെയൊക്കെ വൃത്തിയാക്കി വെക്കണം. ഞങ്ങൾ പിന്നെ കുറച്ച് ചോറ് കൂടി എടുത്തിട്ട്, ദോശ മാത്രമല്ല കഴിച്ചത്, കുറച്ച് ചോറ് കൂടി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പാപ്പിക്ക് ഇത്തിരി ചോറ് കൊടുക്കാതിരുന്ന് എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് കൂടിയാണ്. എന്ത് കഴിച്ചാലും മലയാളികളുടെ ഒരു ശീലമില്ലേ, ചോറ് കഴിച്ചാൽ സമാധാനം ഉണ്ടാവുള്ളൂ എന്ന്. നമ്മളങ്ങനെയാണ് കേട്ടോ. എന്ന് ചോദിച്ചാൽ ഇപ്പോഴൊക്കെയാണ് ടിഫിനും കാര്യങ്ങളൊക്കെ ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെ ഉണ്ടാക്കണത്. ആദ്യമൊക്കെയാണെങ്കിൽ 3 നേരം ചോറാണല്ലോ, അതേ ശീലമായി. ആ ശീലം മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ ശരി, അതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഉറങ്ങി എണീക്കുന്ന സമയത്ത് നീറ്റായിട്ട് ഉണ്ടാവുന്നത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ ഇവർ രോഷിയും അച്ഛനും പുറത്ത് പോകുന്ന സമയത്ത് പുറത്ത് പോകാൻ റെഡി ആകുമല്ലോ, സ്കൂളിൽ പോകാനും പണിക്ക് പോകാനൊക്കെ റെഡി ആകുമല്ലോ. ആ സമയത്ത് വന്നിട്ട് ഓരോ സാധനങ്ങൾ വലിച്ച് അവിടെ ഇടും. ഇവർക്ക് പോണ ധൃതിയിലൊക്കെ വലിച്ചിട്ട് അവിടെ ഇടും. പിന്നെയും രാവിലെ എണീറ്റ് ഇതേപോലെ തന്നെ കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ എത്രയൊക്കെ എന്നിട്ട് വൃത്തിയാക്കിയോ അതിൻ്റെ ഡബിളായിട്ട് രാവിലെ ഇവിടെ എന്തായാലും കിടക്കും. എന്നാലും വലിയൊരു സമാധാനത്തിന് എന്നിട്ട് വൃത്തിയാക്കും. അപ്പോൾ രോഷി പറയും, എന്തിനമ്മ വൃത്തിയാക്കണം, രാവിലെ എണീറ്റ് വൃത്തിയാക്കണ്ടേ, എന്തായാലും ഇങ്ങനെ തന്നെയല്ലേ കിടക്കുള്ളൂ എന്ന് പറയും. എന്നാലും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഉറങ്ങണവിടെ സമാധാനം കിട്ടണമെങ്കിൽ ഇങ്ങനെ വൃത്തിയാക്കിയാൽ മാത്രമേ സമാധാനം കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ പാമ്പിൻ്റെ ഡ്രസ്സൊക്കെ അഴിച്ചൊന്ന് മേല് കഴുകി കൊടുക്കണം, എന്നിട്ട് കൊണ്ടുപോയി കിടത്തണം. ആള് എന്താ പറയുക, കാക്ക കാണുന്ന തിരക്കിലാണ്. ഭയങ്കര ഇഷ്ടത്തോടെ കാക്ക കാണണം. അറിയാതെ ആണെങ്കിൽ അമ്മയുടെ കാലിൽ ചൂടുവെള്ളം വീണിട്ടുണ്ടെങ്കിൽ അമ്മ വിവരം അറിയാനെന്ന് പറഞ്ഞില്ല. അത് അവരങ്ങനെയാണ്. ആ ചൂടുവെള്ളം വീണപ്പോ ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്തെങ്കിലും മൈൻഡ് ചെയ്യണ്ട. എന്നാ പിന്നെ അതെ കുറച്ച് അടങ്ങിയിരിക്കണം. നേരം കാക്ക കണ്ടിട്ട് ഉറങ്ങിക്കോ. അങ്ങോട്ട് ചാട്ടം, ഇങ്ങോട്ട് ചാട്ടം, ഇനി ഇങ്ങോട്ട് ചാട്ടം. ഉറങ്ങുക മതി പാപ്പ. ടി വി മേലൊക്കെ കഴുകി പോകുന്നു. അമ്പോ എൻ്റെ ഒരു ചിരിയാണ്. സമയം 10 മണിക്ക് നമ്മൾ കിടക്കുന്നുണ്ട്. ഈ 10 മണിക്ക് കിടന്നില്ല, ഇന്നലെ 11:15 ആകുമ്പോൾ 11:30 ആകുമ്പോൾ ഉറങ്ങി അല്ലേ സുന്ദരിയമ്മോ? ഉറങ്ങുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറ. രോഷി കിടക്കണം, അവിടെ വിരിച്ച് സെറ്റാക്കണം. രോഷി ഇവിടെ കിടക്കണത്. രോഷിക്ക് കിടന്നുറങ്ങുമ്പോൾ പുതപ്പൊന്നും ചുളിയാൻ പാടില്ല. പുതപ്പൊക്കെ കറക്റ്റായിട്ട് ബുക്കും പേനയും വെച്ചിട്ട് മഷി എന്തോ ലീക്കായിട്ട് ബെഡ്ഷീറ്റ് മൊത്തം മഷിയാണ്. കണ്ടോ, എനിക്ക് ഈ ഒരു ബെഡ്ഷീറ്റാണ് കാണുന്നത്. ഇങ്ങനെ രോഷിൻ്റെ ഇത് സെറ്റായി. രോഷിക്ക് ഇങ്ങനെ എവിടെയും എന്താണ് ചുളിവൊന്നും ഇല്ലാതെ വേണം. അവിടെ എടുത്ത് എല്ലാം കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് കിടക്കണ്ട്. അതാണ് ഞാനും പാപ്പ ഒന്നിച്ച് ചേർക്കാത്തത്. ബാപ്പിക്ക് ഭയങ്കര ചിരിയാണ്, മനസ്സിലായി. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ് പറ ബാപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേ കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ രോഷിത പാപ്പിക്ക് ഫാനൊക്കെ കുത്താണ്. അയ്യോ
കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കറക്കി വിടും. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും കൂടി ഒരു ഫാന്, അതിങ്ങനെ കറങ്ങി കറങ്ങി വരും അല്ല രോഷി. അപ്പോൾ വീഡിയോ വൈൻഡപ്പ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. പാപ്പിനെ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക. രോഷിന് ഇഷ്ടമുള്ളവരൊക്കെ നാളെയും വീഡിയോ കാണുക. പാപ്പി ചിരിക്കണു. പാപ്പിന് രോഷിന് ഇഷ്ടമായവരിനെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ സി യു. ഇനിയിപ്പോൾ ഇതാക്കുള്ള 10 മണി വരെ എടുത്തിട്ടുണ്ട്. ഇതെന്താ അത് തലയൊക്കെ ചൊറിയണം? ഇതെന്താ അത്? ഉറക്കം വരുമ്പോൾ അഴിച്ച് താഴെ വയ്ക്കും. ഭയങ്കര ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മെച്യൂരിറ്റിയാണ് ആൾക്ക്. ഭയങ്കരമായിട്ട് ഡീസൻ്റായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് സഹകരണത്തോടെ ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ ടാറ്റ ബൈ സി യു.